ആലപ്പുഴ ചാരുമൂട്ടിൽ 9 വയസ്സുകാരനായ സാവൻ പേവിഷബാധയേറ്റ് മരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. കുട്ടിക്ക് ശരിയായ ചികിത്സ ലഭിക്കാത്തതായിരുന്നു സ്ഥിതി ഗുരുതരമാക്കിയത്. 2 മാസം മുമ്പാണ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങവേ കുട്ടിയുടെ ദേഹത്തേക്ക് നായ ചാടി വീണത്. അന്നതത്ര കാര്യമാക്കിയില്ല. പരിക്ക് ശ്രദ്ധയിൽപ്പെടാത്തതിനാൽ തന്നെ വാക്സിനും എടുത്തില്ല. തുടർച്ചയായ പനി ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ കണ്ടതോടെ 2 ആഴ്ച മുമ്പ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുന്നത്. വൈകാതെ കുട്ടിയുടെ ആരോഗ്യാവസ്ഥ മോശമാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. പേവിഷ പ്രതിരോധത്തിൽ വളരെ പ്രധാനമാണ് ശരിയായ ചികിത്സ നൽകുക എന്നത്. ഒരു വർഷം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏകദേശം 20,000-ലധികം റാബിസ് മരണങ്ങളാണ്. ഇത് ലോകത്താകമാനമുള്ള റാബിസ് മരണങ്ങളുടെ ഏകദേശം 36%. 100% കുത്തിവെപ്പിലൂടെ ഒഴിവാക്കാവുന്ന മരണങ്ങളാണിവയെന്ന് ഓർക്കണം. ലോകത്തിലെ ഏറ്റവും മാരകമായ രോഗങ്ങളിലൊന്നാണ് പേവിഷബാധ. റാബിസ് വൈറസാണ് രോഗത്തിന്റെ കാരണക്കാരൻ. മനുഷ്യനിൽ അസുഖം വരുന്നത് രോഗാണുക്കളുള്ള മൃഗങ്ങളുടെ തുപ്പൽ വഴിയാകാം. കടിക്കുമ്പോഴോ മുറിവിൽ നക്കുമ്പോഴോ രോഗം പകരാം. അസുഖം ബാധിക്കുന്നത് തലച്ചോറിനെയാണ്. മുറിവിൽ നിന്ന് രോഗാണുക്കൾ നാഡി വഴി തലച്ചോറിലെത്തുമ്പോൾ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയാൽ പിന്നെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ളത് ചുരുക്കം ചിലർ മാത്രമാണെന്ന് കണക്കുകൾ പറയുന്നു. ഏതൊക്കെ മൃഗങ്ങളാണ് റാബിസ് പരത്തുകയെന്ന് നോക്കാം. നായകളാണ് പ്രധാന വില്ലൻ. 90% ആളുകൾക്കും അസുഖം പകരുന്നത് നായകളിൽ നിന്നാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പൂച്ച ഉൾപ്പെടെയുള്ള മറ്റു വളർത്തുമൃഗങ്ങൾ, വന്യജീവികൾ ഒക്കെ അസുഖം പരത്താൻ കഴിവുള്ളവരാണ്. വീട്ടിലെ എലി, അണ്ണാൻ തുടങ്ങിയവ സാധാരണ പ്രശ്നക്കാരല്ല. ചിലതരം വവ്വാലുകളും അസുഖം പരത്താറുണ്ട്. വീട്ടിലെ പൊന്നോമനകളായ വളർത്തുമൃഗങ്ങളായാലും കടിച്ചാൽ പ്രശ്നമാണ്. വീണ്ടും കടിയേൽക്കാതെ നോക്കണം. പറ്റുമെങ്കിൽ മൃഗത്തെ എവിടെയെങ്കിലും പൂട്ടിയിടുകയും നിരീക്ഷിക്കുകയും ചെയ്യണം. ശരിയായ ചികിത്സ തേടുക എന്നത് വളരെ പ്രധാനമാണ്. കടിയേറ്റ ഭാഗം ഒഴുകുന്ന വെള്ളത്തിൽ 10 മുതൽ 15 മിനിറ്റ് കഴുകുന്നതാണ് ഇതിലെ പ്രധാന ഭാഗം. ടാപ്പ് വെള്ളം ഉപയോഗിച്ചാൽ മതിയാകും. സോപ്പോ മറ്റ് ഡിറ്റർജന്റുകളോ ഉപയോഗിക്കാം. വന്യമൃഗങ്ങളുടെ കടിയോ നഖം കൊണ്ടോ ഉണ്ടായേക്കാവുന്ന മുറിവുകളെ പ്രതിരോധ മരുന്നും മറ്റ് ചികിത്സയും നൽകാനായി 3 തരംതിരിച്ചിട്ടുണ്ട്. അതിൽ 1ാമത്തെ കാറ്റഗറി നോ എക്സ്പോഷർ. മൃഗങ്ങളെ തൊടുകയോ ഭക്ഷണം കൊടുക്കുകയോ ചെയ്യുക. മുറിവുകളില്ലാത്ത തൊലിപ്പുറത്ത് മൃഗങ്ങൾ നക്കുക തുടങ്ങിയ സാഹചര്യങ്ങളാണ് കാറ്റഗറി 1 എന്ന് തരംതിരിച്ചിരിക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ ആ ഭാഗം നന്നായി ഒഴുകുന്ന ടാപ്പ് വെള്ളത്തിൽ 10 മുതൽ 15 മിനിറ്റ് വരെ കഴുകാം. സോപ്പോ ഡിറ്റർജന്റോ ഉപയോഗിക്കാം. പ്രതിരോധ മരുന്ന് വേണ്ട. 2ാമത്തെ കാറ്റഗറി മൈനർ എക്സ്പോഷർ. മൃഗങ്ങൾ തൊലിപ്പുറത്ത് മാന്തുകയോ രക്തം വരാത്ത ചെറിയ പോറലുകൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നത് 2ാമത്തെ കാറ്റഗറിയിലാണ് വരുന്നത്. ആ ഭാഗം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴുകുക. ഇവയ്ക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുക്കേണ്ടത് അത്യാവശ്യവുമാണ്. 3ാമത്തെ കാറ്റഗറി സിവിയർ എക്സ്പോഷർ. മുറിവുള്ള തൊലിപ്പുറത്ത് നക്കുക, രക്തം പൊടിയുന്ന മുറിവുകൾ ചുണ്ടിലോ വായിലോ നാക്കിലോ നക്കുക തുടങ്ങിയവയാണ് 3ാമത്തെ കാറ്റഗറിയിൽ വരുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ മുറിവ് മുൻപ് പറഞ്ഞതുപോലെ വൃത്തിയായി കഴുകുക. മുറിവിൽ എടുക്കുന്ന ആന്റി റാബിസ് ഇമ്മ്യൂണോഗ്ലോബിനും ഒപ്പം പ്രതിരോധ കുത്തിവയ്പും ഉടൻ തുടങ്ങണം. പട്ടിയോ പൂച്ചയോ അല്ലാത്ത ഏത് വന്യമൃഗങ്ങളുടെ കടിയും കാറ്റഗറി 3 വേണം കരുതാൻ. എന്നാൽ കരണ്ട് തിന്നുന്ന സസ്തനികളായ എലി, അണ്ണാൻ, മുയൽ തുടങ്ങിയവ പേ പരത്താറില്ല. അതുകൊണ്ട് പ്രതിരോധ മരുന്ന് ആവശ്യമില്ല. മുറിവ് വൃത്തിയായി കഴുകി മരുന്നിട്ടാൽ മാത്രം മതിയാകും. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വെറും കൈകൊണ്ട് മുറിവിൽ സ്പർശിക്കുന്നത് ഒഴിവാക്കുക എന്നതാണ്. കയ്യിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ വിഷബാധ പകരാൻ ഇത് കാരണമാകും. മുറിവിൽ പിടിച്ചിരിക്കുന്ന വൈറസുകളെ നീക്കം ചെയ്യുകയാണ് കഴുകുന്നതിന്റെ പ്രധാന ലക്ഷ്യം. എത്ര നേരത്തെ തന്നെ കഴുകുന്നുവോ അത്രയും നല്ലത്. മുറിവിൽ മുളകുപൊടി, എണ്ണ, കാപ്പിപ്പൊടി തുടങ്ങിയ വീട്ടിലെ എല്ലാ സാധനങ്ങളും പുരട്ടുന്ന ശീലം പൊതുവെ നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ലെന്ന് വിദഗ്ധർ തന്നെ വ്യക്തമാക്കുന്നു. പിന്നെ ചിലപ്പോൾ മുറിവ് പഴുക്കാനും സാധ്യതയുണ്ട്. ഏതെങ്കിലും മുറിവുകൾ ഇത്തരത്തിൽ കണ്ടാൽ വെള്ളമൊഴിച്ച് നല്ലതുപോലെ കഴുകി അത് മുറിവിൽ നിന്ന് കളയണം. കാറ്റഗറി 3 ഉൾപ്പെടുന്ന മുറിവുകൾക്ക് ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കണം. മുറിവ് കരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും തന്നെയില്ല. ടെറ്റനസ് പ്രതിരോധ മരുന്ന് എടുത്തിട്ടില്ലാത്തവർക്ക് അത് നൽകേണ്ടതുമാണ്. കുത്തിവയ്പ് എടുത്ത മൃഗങ്ങൾ കടിച്ചാൽ നമ്മൾ കുത്തിവയ്പ് എടുക്കണോ എന്നത് സ്ഥിരം കേൾക്കുന്നൊരു സംശയമാണ്. വീട്ടിലെ നായയാണ്, പുറത്തു പോവാറില്ല, 10 ദിവസം നോക്കിയാൽ പോരെ എന്നൊക്കെ. എന്നാൽ ശ്രദ്ധിക്കുക, ഇത്തരം സന്ദർഭങ്ങളിലും കുത്തിവയ്പ് എടുക്കുന്നതാണ് നല്ലത്. വെറുതെ ഒരു ഭാഗ്യപരീക്ഷണം നമ്മുടെ ജീവിതം വെച്ച് നടത്തേണ്ടതില്ല.
പട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം തോന്നിയാൽ മുഴുവൻ കുത്തിവയ്പും എടുക്കണം. പട്ടിയുടെയോ പൂച്ചയുടെയോ കാര്യത്തിൽ മാത്രമേ ഈ ഒബ്സർവേഷൻ പറയാറുള്ളൂ. മറ്റേത് മൃഗത്തിനും സാധാരണ പോലെ തന്നെ കുത്തിവയ്പ്പുകൾ ആദ്യ ദിവസം തൊട്ട് തന്നെ എടുക്കണം. പേവിഷബാധ എത്രമാത്രം ഭീകരമായ അസുഖമാണെന്ന് ഇതിനോടകം മനസ്സിലായി കാണുമല്ലോ. പേവിഷബാധ അസാധാരണ രോഗാവസ്ഥയായി കണക്കാക്കി രോഗികൾക്ക് അന്തസ്സായി മരിക്കാൻ അവസരമൊരുക്കണമെന്ന ഹർജി 2 ആഴ്ചക്കകം പരിഗണിക്കാനിരിക്കുകയാണ് സുപ്രീം കോടതി. പേവിഷബാധ അത്ര ഭീകരമാണ്. കരുതിയിരിക്കുക, കരുതലോടെ പ്രതിരോധിക്കുക.